ലിറ്റിൽ നഴ്സേഴ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഡ്മിനിസ്ട്രേഷന്റെ രണ്ടാമത്തെ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ യൂണിറ്റ് വൺ ഓഫ് ദി ലെങ്തിയസ്റ്റ് യൂണിറ്റ്, ടഫസ്റ്റ് യൂണിറ്റ് അഡിക്ത. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ഭാഗം പ്ലാനിങ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാനിങ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പ്ലാനിങ് അത് തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത്, ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്, നേരത്തെ തന്നെ നമ്മൾ മുന്നേ തന്നെ ഒരു കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്യുക. തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ ആ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എവിടെ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, എന്ത് വെച്ചായിരിക്കണം, എന്തൊക്കെ കൊണ്ടായിരിക്കണം, ആരൊക്കെ ആയിരിക്കണം, എത്ര ടൈമിനുള്ളിൽ തീർക്കണം, എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ആകാം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ഇനി പ്ലാനിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണ്? പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് assessing, establishing, implementing and evaluating them and subjecting these to change as new facts are known. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? അസസ് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും, പിന്നെ ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ അതിനുശേഷം ഈ ചെയ്ത കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാവുന്ന സമയത്ത് ചേഞ്ചും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ്? ഒന്നാമത്തത് കോൺട്രിബ്യൂഷൻ ടു ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിങ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അത് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനൊക്കെ. രണ്ടാമത്തത് എഫിഷ്യൻസി ഓഫ് പ്ലാന്. ഈ ഒരു പ്ലാനിങ് എഫിഷ്യന്റ് ആയിരിക്കണം. അടുത്തത് പ്രൈമസി ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്നത് ആദ്യം നടക്കുന്നതാണ്. പ്രൈമറി ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും മുമ്പേ നടക്കുന്നതാണ് പ്ലാനിങ്. നാലാമത്തത് പ്ലാനിങ് പ്രെമിസസ്. നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്യും, പക്ഷെ നമുക്കൊരു ബൗണ്ടറി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട് ഉണ്ടാക്കില്ല. നമ്മളിങ്ങനെ വാസ്റ്റ് ആയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. പ്ലാനിങ്ങിന് പ്രിമിസസ് ഉണ്ടാക്കണം, അതിർത്തികൾ ഉണ്ടാക്കണം. ഇന്ന ടൈമില് ഇത്ര ഒരു എമൗണ്ട് വെച്ച് ആ ഒരു കണക്ക്. പോളിസി ഫ്രെയിം വർക്ക്, അതായത് ഒരു ഫ്രെയിം വർക്ക് ഒരു സ്കെൽട്ടന്റെ ഉള്ളിലായിരിക്കണം. പോളിസികൾ കൊണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം ഇതിന്. അടുത്തത് ടൈമിംഗ് ആണ്. എല്ലാം കൃത്യ സമയത്ത് ഉള്ള ഒരു ടൈമിംഗ് അതിനുണ്ടായിരിക്കണം. അടുത്തത് ആൾട്ടർനേറ്റീവ്സ്. നമ്മളിപ്പോഴ് ഒരു കാര്യം ചെയ്യും, ഓക്കെ ഇത് ഇങ്ങനെ തന്നെ നടക്കണം, നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം, മറ്റുള്ള മാർഗങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് നടന്നില്ലെങ്കിൽ മറ്റൊരു വേ. അപ്പോഴും പ്ലാനിങ്ങിന് എപ്പോഴും ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് കമ്മിറ്റ്മെന്റ്സ് ആണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി വരുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ മാറ്റം വരുത്താൻ പറ്റണം. ഒരിക്കലും റിജിഡ് ആയിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കാൻ പാടുള്ളൂ എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. പിന്നെ നാവിഗേഷണൽ ചേഞ്ച് ഉണ്ടായിരിക്കണം. പിന്നെ കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കണം. സ്ട്രാറ്റജീസ് പ്ലാനിങ്ങിന് ഉണ്ടായിരിക്കണം. പിന്നെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിന്റെ ഒക്കെ കൺസിഡർ ചെയ്യണം. ഇനി അടുത്തത് നാച്ചർ ഓഫ് പ്ലാനിങ് ആണ്. പ്ലാനിങ്ങിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. ഒന്നാമത്തത് പ്ലാനിങ് ഫോക്കസസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എപ്പോഴും പ്ലാനിങ് ഉണ്ടാകുക. ആ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ ഉതകത്തിലായിരിക്കണം നമ്മുടെ പ്ലാനിങ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഇന്റലക്ച്വൽ പ്രോസസ്സ്. ഈ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചിന്തിച്ച് അല്ലെങ്കിൽ ഒരുപാട് അറിവ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അല്ലാതെ ഒന്നും അറിയാതെ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയണം, നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരിക്കണം. ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. ഇനി അടുത്തത് പ്ലാനിങ് ഇസ് എ സെലക്റ്റീവ് പ്രോസസ്സ്. ഒന്നെങ്കിൽ സെലക്ഷൻ ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന, ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. ഇനി പ്ലാനിങ് ഇസ് പെർവേസീവ്, അതായത് വളരെയധികം വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്ലാനിങ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റഡ് പ്രോസസ്. ഒരുപാട് കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് എപ്പോഴും എഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ പ്ലാനിങ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രിൻസിപ്പിളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ്സിലെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ്. മാനേജ്മെന്റ് ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്നത് പ്ലാനിങ് ആണ്. ഇത്തവണത്തെ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇനി പ്ലാനിങ് ഇസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഒരു തീരുമാനം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിങ്. ഇനി അടുത്തത് പ്ലാനിങ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. പ്ലാനിങ് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അല്ലാതെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവസാനിക്കില്ല. പ്ലാൻ ചെയ്ത് നിൽക്കില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത് പ്ലാനിങ് പ്രോസസ് ആണ്. ഒന്നാമത്തത് എസ്റ്റാബ്ലിഷ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതില്ലേ, അതായത് നമ്മൾ എന്തായിരിക്കണം നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്. നമ്മൾ അതിർത്തി നമ്മൾ തീരുമാനിക്കണം. നമ്മൾ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വേണം, ആര്, എങ്ങനെ, എവിടെ വെച്ചിട്ടായിരിക്കണം, എപ്പോഴായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര കോഴ്സിനുള്ളിൽ, ഇത്ര ആളുകളെ വെച്ച്, ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ആ ഒരു പ്രെമിസസ്, അതിർത്തി വരമ്പുകൾ നമ്മൾ ഡിസൈഡ് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. ഇനി അടുത്തത് ഡിറ്റർമിനിങ് ആൾട്ടർനേറ്റീവ് കോഴ്സസ്. ആൾട്ടർനേറ്റീവ് ആയ കോഴ്സസ് എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴൊരു കാര്യം കിട്ടണ്ടെങ്കിൽ അല്ലെങ്കിൽ നടന്ന് കിട്ടണ്ടെങ്കിൽ എന്തൊക്കെ വഴികളുണ്ടെന്ന് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം
വാല്യുവേഷൻ ഓഫ് ദീസ് ആൾട്ടർനേറ്റീവ്സ്. ഈ ഒരു ആൾട്ടർനേറ്റീവ് കോഴ്സസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് മറ്റുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ള സാധനം സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ അതിന് ഇവാലുവേറ്റ് ചെയ്യുക ഏതൊക്കെയാണ് ബെറ്റർ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ, ഇത് ഇങ്ങനെയൊക്കെ നടക്കോ, ഇത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇനി അഞ്ചാമത്തത് സെലക്ടിങ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ആദ്യം ഒരുപാട് ആൾട്ടർനേറ്റീവ് കോഴ്സസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് ഇവാലുവേറ്റ് ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ ഇവാലുവേഷന് ശേഷം നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മൾ ചെയ്യേണ്ട കാര്യം കോഴ്സ് ഓഫ് ആക്ഷൻ ആ ഒരു വിധം അത് നമ്മൾ ചൂസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ പ്ലാന് ഫോർമുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് എസ്റ്റാബ്ലിഷ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒരുപാട് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് വേണമല്ലോ ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്ക്, ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് വാങ്ങുക. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് പ്ലാനിങ് നോക്കുകയാണെങ്കിൽ 3 ടൈപ്പാണുള്ളത്: സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫങ്ഷണൽ പ്ലാനിങ് ആൻഡ് ഓപ്പറേഷണൽ പ്ലാനിങ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കത്തില്ല, എന്താ കാര്യം എന്ന് നിങ്ങൾ ടെസ്റ്റ് നോക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് എന്താ കാര്യം ഒരു മീനിങ് പോലെ പറഞ്ഞു തരാം. ഇനി 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് ലോങ് ടേം ഗോൾസ് പെർസ്യൂ ചെയ്യേണ്ടത്, അറ്റൈൻ ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ഇനി അടുത്തത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ പ്ലാനിങ്. ഡിറ്റർമിനിങ് സബ് യൂണിറ്റ്സ് കോൺട്രിബ്യൂഷൻ വിത്ത് അലോക്കേറ്റഡ് റിസോഴ്സസ്. അലോക്കേറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് ഈ നമ്മുടെ സബ് യൂണിറ്റ്സിന്റെ കോൺട്രിബ്യൂഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഫങ്ഷണൽ പ്ലാനിങ്. പിന്നെ അവസാനത്തത് ഓപ്പറേഷണൽ പ്ലാനിങ് ആണ്. ഡിറ്റർമിനിങ് ഹൗ ടു അക്കംപ്ലിഷ് സ്പെസിഫിക് ടാസ്ക് വിത്ത് അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇനി സ്ട്രാറ്റജിക് പ്ലാനിങ്ങിന്റെ ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ an ongoing future oriented values based process that empowers an organization and its members to identify actions strategically necessary to accomplish its mission in an ever changing and diverse environment. അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിനെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള വാല്യൂസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് ഒരു ഓർഗനൈസേഷൻ്റെയും അതിലെ മെമ്പേഴ്സിൻ്റെയും ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഓരോ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ പരിസ്ഥിതിക്കനുസരിച്ചിട്ട് സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ്, നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഓപ്പറേഷണൽ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഓപ്പറേഷണൽ പ്ലാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇന്റർമീഡിയറ്റ് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. ഇത് ബോത്ത് ലോങ് റേഞ്ചിനും ഷോർട്ട് റേഞ്ചിനും വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇറ്റ് ഈസ് ദ റിട്ടൺ ബ്ലൂ പ്രിന്റ് ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു റിട്ടൺ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണ് ഈ ഒരു ഓപ്പറേഷണൽ പ്ലാനിങ്. അടുത്തത് ഫങ്ഷണൽ പ്ലാൻ. ഫങ്ഷണൽ പ്ലാൻ എന്നാൽ നഴ്സിംഗ് പ്ലാനിങ് പെർഫോംഡ് അറ്റ് എ സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ലെവൽ. സർവീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ പെർഫോം ചെയ്യുന്ന നഴ്സിംഗ് പ്ലാനിങ്ങിനെയാണ് ഫങ്ഷണൽ പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് റിലേറ്റ്സ് ടു എ സ്പെഷ്യാലിറ്റി സർവീസ് വിത്തിൻ എ നഴ്സിംഗ് ഡിവിഷൻ. ഒരു നഴ്സിംഗ് ഡിവിഷനിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് നമ്മുടെ പ്ലാനിങ് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് പ്ലാനിംഗ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്ലാനിങ്ങിന്റെ മീനിങ്, ഡെഫിനിഷൻ, പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ്, നേച്ചർ, പിന്നെ പ്രോസസ് ഓഫ് പ്ലാനിങ്, പിന്നെ ടൈപ്സ് ഓഫ് പ്ലാനിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിലുള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും റെഫർ ചെയ്യേണ്ടതാണ്. ഈ ഒരു ജസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തരാനുള്ള ഒരു റിസോഴ്സ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ അഡ്മിനിസ്ട്രേഷന്റെ ആ ഒരു സെക്കൻഡ് യൂണിറ്റ് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഞെക്കിയിട്ട് ബൈ, ടാറ്റാ, സീ യു.